നമ്മുടെ ഉള്ളം ഇങ്ങനെ നിറയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ അല്ലലുകളെല്ലാം അകന്നു പോകണം അല്ലേ? നമ്മൾ സ്വയമേവ അയ്യപ്പനായി മാറുക, നമ്മൾ സ്വയമേവ ശാസ്താവായി മാറുക. ആ ഭഗവത് ചൈതന്യം നമ്മളിലുണ്ട്, നമ്മൾ തന്നെയാണ് ആ ചൈതന്യമെന്ന തിരിച്ചറിവിലേക്കാണ് ആ നിറവ് നമ്മളെ കൊണ്ടുവരിക. അതിന് ഒരുപാട് കടമ്പകളുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ ഒരുപാട് അല്ലേ ജീവിത യാത്രയിൽ ഏതോ ഘട്ടത്തിൽ സംഭവിച്ചു പോകുന്നതാകാം. പക്ഷേ ആ യാത്രയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഈ 18-ാം പടി കയറി അയ്യപ്പൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. കാരണം അവിടെ എഴുതി വച്ചിരിക്കുന്നത് തന്നെ തത്വമസി എന്നാണ്. അതായത് അത് നീയാകുന്നു. ഈ പോകുന്ന അയ്യപ്പനും അവിടെ പ്രതിഷ്ഠിതനായിരിക്കുന്ന അയ്യപ്പനും ഒന്നാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ തമ്മിൽ ഭേദമില്ല. ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവ് എന്ന് കവി പറയുന്നുണ്ടല്ലോ. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ആ ആരാധനാമൂർത്തി നമ്മൾ തന്നെയാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിൽ നമ്മൾ കൊണ്ടുപോകുന്ന നാളികേരം മുദ്ര, അത് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നു. അതിൽ നമ്മുടെ ആത്മാംശമായ നെയ്യ് ആണ് ഉള്ളത്. ആ നെയ്യ് നമ്മൾ പരമഭക്തിയോടുകൂടി ഭഗവാങ്കൽ നെയ്യ് അഭിഷേകത്തിന് സമർപ്പിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളുടെ നമ്മളാവുന്ന ജീവാത്മാവ് ആ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുകയാണ് ഇതുവഴി. എന്നിട്ടോ ബാക്കിയാകുമ്പോൾ ആവുന്നത് ജഡമാണ്. ആ നാളികേരത്തിൻ്റെ ഒരു മുറിയാണ്. അത് നമ്മൾ അവിടെ കർപ്പൂരാഴിയിൽ സമർപ്പിക്കുന്നു. എത്ര ഗംഭീരമായ, എത്ര ചൈതന്യവത്തായ ഒരു ദർശനമാണ് ഈ ശബരിമല നമുക്ക് നൽകുന്നത്. നാളികേരത്തിൻ്റെ നെയ്യ് ഭഗവാന് സമർപ്പിച്ച് അപ്പോൾ ഭഗവാനായി നമ്മൾ മാറുകയാണ്. ശ്രീ മണി സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ പോയി ഒന്ന് തൊഴുതാൽ ഇല്ലാത്ത എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ശബരിമലയിൽ ആൾ കൂടി വരികയല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ നടന്നാലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ ഇതിൽ തന്നെ ദൃശ്യത്തിൽ കാണാം. ഇന്നിപ്പോൾ പമ്പയിൽ നിന്ന് ആളിനെ വിടുന്നില്ലെങ്കിലും കഴിഞ്ഞ ഒരു 10 ദിവസമായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത്. എന്തിനാണ് ഇത്രയും കള്ളും മുള്ളും നിറഞ്ഞ പാത? എൻ്റെ ഒരു അനുഭവം, ഞാൻ ഈ കാനനപ്പാത വഴി ഇതുവരെ പോയിരുന്നില്ല. ഇത്തവണ എരുമേലി വഴി നടന്ന് കാളകെട്ടിയും അഴുതമേടും അവിടെ നിന്ന് കല്ലിടാങ്കുന്നു കയറി കരിമലയും കടന്നു വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്നു പമ്പയിൽ എത്തിയപ്പോൾ ഭഗവാനെ ഞാൻ അനുഭവിച്ച നിർവൃതി എത്ര ഭയങ്കരമാണ്. എന്നോടൊപ്പം തമിഴര്, തെലുങ്കര്, വിവിധ ദേശക്കാർ, വളരെ പ്രായമായ ആളുകളുണ്ട്. 10, 80, 85 വയസ്സായ ആളുകൾ പോലും ചിലരൊക്കെ വടി കുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കാട്ടിൽ നിന്ന് കിട്ടിയതായിരിക്കും. വടിയും കുത്തി നടക്കുകയാണ്. 46 കിലോമീറ്ററാണ് എരുമേലിയിൽ നിന്ന് പമ്പ വരെ. ഞങ്ങൾ ഒറ്റ പകൽ കൊണ്ടുപോയി. പക്ഷേ ഒരു ദിവസം തങ്ങി നമ്മൾ പോവുകയാണെങ്കിൽ അതിപ്പരം പുണ്യമില്ല. അതുപോലെ തന്നെയാണ് ശബരിമല തീർത്ഥാടനത്തിൽ. ജീവിതം ഒന്നല്ലേ നമുക്കുള്ളൂ. ഒരിക്കലെങ്കിലും ഈ കാനനപ്പാത വഴി നമ്മൾ പോകണം. യഥാർത്ഥത്തിൽ അയ്യപ്പൻ ശത്രു നിഗ്രഹത്തിനായി സഞ്ചരിച്ചത് ഈ വഴിയാണ്. പന്തള രാജാവ് അയ്യപ്പ ക്ഷേത്രം കണ്ടെത്തുവാനായി സഞ്ചരിച്ചത് ഈ വഴിയാണ്. പരമ്പരാഗതമായ വഴി. ആ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഒരാൾക്കും ഒരു ദുഃഖവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 80, 85 വയസ്സായ മാളികപ്പുറങ്ങൾ, കൊച്ച് കന്നി അയ്യപ്പന്മാർ, അവരെല്ലാം ഒരേ മന്ത്രം, സ്വാമിയേ ശരിയാണ് അങ്ങ് പറഞ്ഞ ശരണം അയ്യപ്പ.